നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെടുത്തുമോ എന്ന ആകാംക്ഷയിൽ ചങ്കിടിച്ച് ആം ആദ്മി പാർട്ടിയും ബിജെപിയും. കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇരു പാർട്ടികൾക്കും വിനയാകും. കാരണം കോൺഗ്രസിന്റെ വോട്ടാകും അവരുടെ ഭൂരിപക്ഷത്തെ നിർണയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ എ.എ.പിയും ബി.ജെ.പിയും തമ്മിലാണ് മത്സരമെങ്കിലും കോൺഗ്രസും നില മെച്ചപ്പെടുത്താൻ കഠിന പരിശ്രമത്തിലാണ്. ന്യൂനപക്ഷങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിനോട് കൂടുതൽ അടുത്ത സാഹചര്യത്തിൽ പാർട്ടിയെ പൂർണ്ണമായും എഴുതിത്തള്ളാനുമാകില്ല. എന്നാൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വോട്ട് അവസാന നിമിഷം എ.എ.പിയിൽ കേന്ദ്രീകരിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിലുമുണ്ട്. 2015-ലും 2020-ലും യഥാക്രമം 9.7, 4.3 എന്നിങ്ങനെയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18% വോട്ട് കഴിഞ്ഞ 2 തവണയും നിലനിർത്തി. ഈ ട്രെൻഡ് നിയമസഭയിലേക്കും കൊണ്ടുവരികയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതല്ലെങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നത് മറ്റു പാർട്ടികളെ കുഴക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ തളർത്തി വളർന്ന പാർട്ടിയാണ് എ.എ.പി. ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയാണ് അവർ അധികാരം പിടിച്ചത്. രാജ്യതലസ്ഥാനത്തെ ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് എ.എ.പിക്ക് കിട്ടിയിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് തിരിച്ചു പിടിക്കുമോ എന്ന് എ.എ.പിക്ക് ആശങ്കയുണ്ട്. 10 വർഷമായി അധികാരത്തിലുള്ള എ.എ.പി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ കോൺഗ്രസിനും വിഭജിച്ചു പോകുമെന്നതാണ് ബി.ജെ.പിയുടെ പ്രശ്നം. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തതിനാൽ കോൺഗ്രസിന് ആഞ്ഞു പിടിച്ചാൽ നേട്ടമുണ്ടാക്കാനാകും. 5 മുതൽ 6 വരെ സീറ്റുകളെ പാർട്ടി പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുവേണ്ടി എ.എ.പിക്കും ബി.ജെ.പിക്കും ബദൽ ശക്തിയായി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ പാരമ്പര്യമുയർത്തിയുള്ള പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. അനാരോഗ്യം മൂലം രാഹുൽ ഗാന്ധിക്ക് പ്രചരണത്തിൽ സജീവമാകാനായിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയടക്കം മുതിർന്ന ഹൈക്കമാൻഡ് നേതാക്കളെ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ പദ്ധതി. അതേസമയം അനാരോഗ്യം കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുത്തില്ല. ഇനി 2 റാലികൾ കൂടി രാഹുലിനുണ്ട്. അനാരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ഇവയിലും പങ്കെടുക്കാൻ സാധ്യതയില്ല. അതിനിടെ 3-2 ഭൂരിപക്ഷത്തിൽ ഡൽഹിയിൽ സർക്കാർ ഉണ്ടാക്കുമെന്ന് ബി.ജെ.പി നേതാവ് അനുരാഗ് ഠാക്കൂർ അവകാശപ്പെട്ടിരിക്കുകയാണ്.